പഴങ്ങളിലെ രാജാവാണ് മാമ്പഴം. എന്നാൽ ആ മാമ്പഴങ്ങളിലുമുണ്ട് ഒരു രാജാവ്. അതാണ് ഇമാം പസന്ത് എന്ന അത്യപൂർവ ഇനം മാമ്പഴം. പൊതുവെ കേരളത്തിൽ കാണാത്ത ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ഈ മാമ്പഴത്തിന് രാജകീയ പദവി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പഴുത്ത് തുടുത്ത ഇമാം പസന്ത് മാമ്പഴങ്ങളുടെ നിറവും മണവും രുചിയും ഒക്കെ ആരെയും മോഹിപ്പിക്കുന്നതാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇതിൻ്റെ സീസൺ. അപ്പോൾ മാത്രം ലഭിക്കുന്ന ഈ മാമ്പഴമാണ് ലാലേട്ടന് ഏറ്റവും ഇഷ്ടവും. വീട്ടിലേക്ക് അതിഥികളായി ഫഹദ് ഫാസിലും നസ്രിയയും എത്തിയപ്പോൾ അവർക്കായി ലാലേട്ടൻ തന്നെ മുറിച്ചു നൽകിയത് ഇമാം പസന്ത് മാമ്പഴങ്ങൾ തന്നെയാണ്. പ്രത്യേക രുചിയാണ് ഈ മാമ്പഴത്തിന്. ലവ് ഇമാം പസന്ത് എന്ന ഹാഷ്ടാഗിലാണ് മനോഹരമായി പ്ലേറ്റിൽ മുറിച്ചു വച്ചിരിക്കുന്ന മാമ്പഴം അതിഥികൾക്ക് മുന്നിൽ ലാലേട്ടൻ വിളമ്പിയത്. ഇതിനൊപ്പം കഴിക്കാൻ കുറുകിയ തേങ്ങാപ്പാലും അദ്ദേഹം നൽകിയിരുന്നു. കട്ടി കുറഞ്ഞ തൊലിയാണ് ഈ മാമ്പഴത്തിന്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതും പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ബുദ്ധിമുട്ടായതിനാലും റീറ്റെയിൽ സ്റ്റോറുകളിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാമ്പഴത്തോടുള്ള ഇഷ്ടം കാരണം വളരെ പാടുപെട്ടാണ് ലാലേട്ടൻ ഇത് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചതും അതിഥികൾക്ക് മുന്നിൽ വിളമ്പിയതും. മധുരം കിനിയുന്ന മാമ്പഴം രുചിയോടെ കഴിച്ചു തുടങ്ങിയ നസ്രിയും ഫഹദും നിമിഷങ്ങൾക്കുള്ളിലാണ് ആ പാത്രം കാലിയാക്കിയത് എന്നതും മാമ്പഴത്തിന്റെ രുചി വിളിച്ചോതുന്നതാണ്. മാത്രമല്ല ഒരു മാമ്പഴ പ്രേമി കൂടിയാണ് ഫഹദും. അതേസമയം നസ്രിയും ഫഹദും വേർപിരിയുകയാണെന്നും അകന്നു കഴിയുകയാണെന്നുമുള്ള അഭ്യൂഹ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇരുവരും ഏറെ മാസങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ ഫ്ളാറ്റിലേക്ക് ഒരുമിച്ചെത്തിയത്. ഇന്നലെ രാത്രി ലാലേട്ടന്റെ കൊച്ചിയിലെ ആഡംബര ഫ്ളാറ്റിലേക്കാണ് താരദമ്പതികൾ എത്തിയത്. ഫ്ളാറ്റിൽ ലാലേട്ടന്റെ മകൾ വിസ്മയ ഒഴികെ ഭാര്യ സുചിത്രയും മകൻ പ്രണവുമെല്ലാം അതിഥികളെ സ്വീകരിക്കുവാൻ ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഫഹദിന്റെ അനുജൻ ഫർഹാൻ ഫാസിലും ലാലേട്ടന്റെ അടുത്ത സുഹൃത്തായ സമീർ ഹംസയുമെല്ലാം ഇവർക്കൊപ്പം എത്തിയിരുന്നു. സമീർ ഹംസയും ഫർഹാനുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ചിത്രങ്ങളിൽ നസ്രിയും ഫഹദും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു ഉടയലും സംഭവിച്ചിട്ടില്ല എന്നതും വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് പോകും മുന്നെയാണ് ഫഹദിനെയും നസ്രിയെയും വീട്ടിലേക്ക് ക്ഷണിച്ചതും തുടർന്ന് അതിഗംഭീരമായ വിരുന്ന് ഒരുക്കിയതും. കറുത്ത ടീഷർട്ട് ഇട്ടാണ് ഫഹദ് എത്തിയത്. സെയിം കളറിൽ സ്ലീവ്ലെസ് കുർത്തയിട്ട് നസ്രിയയും എത്തിയപ്പോൾ ഉഗ്രൻ വിരുന്നാണ് ലാലേട്ടൻ താരദമ്പതികൾക്കായി ഒരുക്കിയത്. നേരത്തെ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ലാലേട്ടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോൾ അന്നും അവർക്കായി ലാലേട്ടൻ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ പ്രത്യേക ഭക്ഷണങ്ങൾ വിളമ്പിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈപുണ്യം ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് നസ്രിയയ്ക്കും ഫഹദിനുമാണ്. ഏറെ സന്തോഷത്തോടെ ലാലേട്ടന്റെ സൽക്കാരം സ്വീകരിച്ചാണ് ഇരുവരും മടങ്ങിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.